വീണ്ടും ആന്റണി ജിസ് ജോർജിലേക്ക് പോവുകയാണ്. ആന്റണി, കഴിഞ്ഞ അതായത് ഏകദേശം ഒരു 7 മണി 7:30 കൂടിയാണ് ഈ ആന സിമന്റ് പാലത്തിൻ്റെ അടുത്ത് ഉണ്ട്. അവിടെ മറ്റു ഒരു ആന കൂടി ഈ അരിക്കൊമ്പനോടൊപ്പം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ വനംവകുപ്പിന് ചില സൂചനകൾ ലഭിച്ചത്. മാത്രമല്ല ആ വിഷ്വൽസ് നമുക്ക് കിട്ടുകയും ചെയ്തു, ഈ കേരള വിഷൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ഈ മറ്റ് ആനകളെ തുരത്തി ഓടിക്കാൻ വേണ്ടി വെടിപൊട്ടിക്കൽ അടക്കം നടത്തിയത് അത് കൂട്ടം തെറ്റാൻ ഇടയാക്കി. മാത്രമല്ല അരിക്കൊമ്പൻ മറ്റു ഭാഗത്തേക്ക് നീങ്ങാനും ഇടയാക്കി. ഇപ്പോൾ അരിക്കൊമ്പനെ തേടി നടക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അരിക്കൊമ്പൻ എവിടെയാണ് എന്നുള്ള സൂചന ലഭിക്കുന്നില്ല. അതായത് നേരത്തെ 301 കോളനിയിലേക്ക് പോയി എന്നൊരു സൂചന ലഭിച്ചതിന് പിന്നാലെ അവിടെയെല്ലാം ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയെങ്കിലും അവിടെ ആനയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ വനം മേഖലയിലേക്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് കടന്ന് തെരച്ചിൽ നടത്തുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഭദ്ര, ഇന്ന് 6 മണിയോട് കൂടിയാണ് ഈ ഡാർട്ടിക് ആദ്യത്തെ സംഘം പോയി ആനയെ കണ്ടെത്തുന്നത്. പിന്നീട് ഏതാണ്ട് 6:30-7 മണിയോട് കൂടി ആന ഈ വേസ്റ്റ് കുഴി, ചിന്നക്കനാലിലെ 301 കോളനിക്കൊക്കെ സമീപമുള്ള വേസ്റ്റ് കുഴി എന്ന ഒരു പ്രദേശത്ത് ഒരു പ്ലാന്റേഷൻ, യുക്കാലി മരങ്ങൾ നിറഞ്ഞ ഒരു പ്ലാന്റേഷനാണ് അവിടെ ഉണ്ട് എന്ന് കണ്ടെത്തി. പിന്നീട് അപ്പോഴാണ് ഈ ആനയുടെ കൂടെ ഒരു കുട്ടിയാനകൾ അടക്കമുള്ള ഒരു കൂട്ടം തന്നെ ആനയ്ക്കൊപ്പം ഉണ്ട് എന്നുള്ളത് വന്നത്. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. പിന്നീട് ഈ ആനകളെ ഓടിക്കാനുള്ള ഒരു ശ്രമം വനംവകുപ്പ് നടത്തി. അതിന്റെ ഭാഗമായി പടക്കം ഉൾപ്പെടെ പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഈ ആനകൾ പല വഴിക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കൂട്ടം തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അരിക്കൊമ്പൻ ഏത് മേഖലയിലേക്കാണ് പോയത് എന്നുള്ള കാര്യം വനംവകുപ്പിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവൻ പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ പരിശോധനകൾ നടക്കുകയാണ്, തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ആ തിരച്ചിൽ എവിടെയാണ് ആന ഉള്ളത് എന്നുള്ളത് കൃത്യമായി അറിയില്ല. വനത്തിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ എവിടെയാണ് ഉള്ളത് എന്നുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വൈകാതെ തന്നെ ആനയെ കണ്ടെത്താൻ സാധിച്ചേക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് വനംവകുപ്പ് ദൗത്യ സംഘത്തിന് നിലവിലുള്ളത്. അവർ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഈ ആന ഉറങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇപ്പോഴതിനെ കണ്ടെത്താൻ കഴിയില്ല എന്നൊരു നിഗമനവുമുണ്ട്. ഏതായാലും മിഷൻ നടക്കുന്ന ആ സ്ഥലത്ത് അവർ ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനിടെ 301 കോളനി പ്രദേശത്ത് DFO അടക്കമുള്ളവർ പോയി കാര്യങ്ങൾ വിലയിരുത്തി തിരിച്ചു വരികയാണ് ഉണ്ടായത്. പക്ഷേ എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം അറിയില്ല. കാരണം അകത്തേക്ക് മറ്റുള്ളവർ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ പ്രവേശനമില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ആനയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. പിന്നീട് അനുകൂലമായൊരു സാഹചര്യത്തിലേക്ക് ആനയെ എത്തിക്കേണ്ടതുണ്ട്. എത്തിച്ച ശേഷം മയക്കുവെടി വെക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ഉച്ച ഒക്കെ ആവുന്ന ഒരു സാഹചര്യമുണ്ട്, ചൂട് കൂടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഏതായാലും ഇന്ന് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് വനംവകുപ്പ് നടത്തുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നാളെ എല്ലാ കാര്യങ്ങളും അനുകൂലമായി വരേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അനുകൂലമായിരുന്നു, പക്ഷേ പെട്ടെന്നാണ് സ്ഥിതി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഉടൻ തന്നെ ഈ ദൗത്യത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നാളെയും ഈ ദൗത്യം തുടരാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും അവരവരുടെ പരമാവധി തന്നെ വനംവകുപ്പ് ശ്രമം തുടർന്ന് കൊണ്ടിരിക്കുകയാണ്. പല ഘടകങ്ങൾ ഈ ആനയാണ് തീരുമാനിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നിടത്തേക്ക് ആന വന്നുകൂടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആന കൂടി എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന്, ദൗത്യ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.